സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ മാർച്ച് 8 നോമ്പ് 4-ാം ഞായർ. വചനഭാഗം മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. വിചിത്രമായ വിധി. രചന ഇമ്മാനുവേൽ പ്ലാമൂട്ടിൽ. 2025 മാർച്ച് 17-ാം തീയതി അലഹബാദ് ഹൈക്കോടതി വിചിത്രമായ ഒരു വിധി പുറപ്പെടുവിച്ചു. ഒരു 11-കാരിയുടെ മാറിടത്തിൽ സ്പർശിക്കുകയും പജാമയുടെ ചരട് അഴിക്കുകയും ചെയ്ത ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടതായിരുന്നു വിഷയം. ഈ പ്രവർത്തികൾ കുറ്റകൃത്യം ചെയ്യാനുള്ള പ്രതിയുടെ ഉദ്ദേശത്തെ തെളിയിക്കുന്നില്ലെന്നായിരുന്നു വിലയിരുത്തൽ. സുപ്രീം കോടതി, ഹൈക്കോടതി ന്യായാധിപന്റെ ഈ വിധി റദ്ദു ചെയ്തു. ബോംബെ ഹൈക്കോടതിയിലെ നാഗ്പൂർ ബെഞ്ചിലും ഇതിന് സമാനമായ ഒരു വിധി വന്നു. വസ്ത്രത്തിന് പുറത്തുകൂടിയുള്ള അശ്ലീല സ്പർശനം പോസ്കോ പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുടെ കീഴിൽ വരുന്നില്ലെന്ന്. സുപ്രീം കോടതി ഈ വിധിയും റദ്ദു ചെയ്തെന്നുള്ളത് ആശ്വാസകരം. ഒരു പ്രവൃത്തി എവിടം വരെ പോയാൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റകരം ആകും എന്നതാണെന്ന് തോന്നും ഇവിടത്തെ തർക്ക വിഷയം. ഗിരിപ്രഭാഷണം എന്ന പേരിൽ അറിയപ്പെടുന്ന മത്തായിയുടെ സുവിശേഷത്തിലെ 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ യേശു ധാർമ്മികത കൊണ്ടും പുതിയ മാനം നൽകുന്നുണ്ട്. 5-ാം അധ്യായത്തിലാണ് വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പനയെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് യേശു വ്യക്തമാക്കുന്നത്. യഹൂദരെ സംബന്ധിച്ച് ഏത് കാര്യത്തിൻ്റെയും അവസാന വാക്ക് നിയമമായിരുന്നു. അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും പറയുവാനില്ല. നിയമത്തിന് ആധികാരികത ലഭിക്കുന്നത് അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്നതുകൊണ്ടാണ്. മോശ വഴി ലഭിച്ച ഈ നിയമങ്ങൾ എന്നെന്നും നിലനിൽക്കും. നിയമത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് എന്നൊരു മുഖവരയോടുകൂടിയാണ് നിയമജ്ഞർ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ഇവിടെ യേശു സ്വന്തം അധികാരത്തിലാണ് ഓരോ കാര്യവും ഉറപ്പിച്ചു പറയുന്നത്. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അതുവരെ യഹൂദർ പാലിച്ചിരുന്ന നിയമങ്ങൾക്കപ്പുറത്തേക്ക് യേശു പോവുകയാണ്. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അടിവസ്ത്രത്തിൻ്റെ ചരട് പൊട്ടിക്കുന്നതിൻ്റെയോ വസ്ത്രത്തിൻ്റെ പുറത്തുകൂടിയുള്ള സ്പർശനത്തിൻ്റെയോ അപ്പുറത്തേക്ക് യേശുവിൻ്റെ അളവുകോൽ നീങ്ങുന്നു. ചിന്തകൾക്കോ പ്രവൃത്തികൾക്കോ പിന്നിലെ ഉദ്ദേശങ്ങൾക്കോ യഹൂദ നിയമം വില ഒന്നും കൽപ്പിക്കാതിരുന്ന സാഹചര്യത്തിൽ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ ഉദ്ദേശം, ചിന്ത, വാക്ക് എന്നിവയ്ക്കാണ് യേശു പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഇന്ദ്രിയങ്ങളിലൂടെയുള്ള സന്ദേശങ്ങൾ നമ്മുടെ തലച്ചോറ് അപഗ്രഥിക്കുകയും ഇച്ഛ നാമ്പെടുക്കുകയും ചെയ്യുന്ന നിമിഷം മുതൽ പാപത്തിലേക്കുള്ള പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു. ബാഹ്യമായ പ്രവൃത്തിയിലാണ് അവസാനിക്കുന്നതെങ്കിലും പാപം ഹൃദയത്തിലാണ് തുടക്കം കുറിക്കുന്നത്. ആന്തരികമായ വിശുദ്ധിക്ക് യേശു ഒരു പുതിയ അർദ്ധവ്യാപ്തി നൽകുന്നു. ബാഹ്യമായ പ്രവൃത്തികൾ, ചേഷ്ടകൾ ഒന്നുമില്ലാതെ ഒരുവന് പാപം ചെയ്യാൻ സാധിക്കുമെന്നാണ് യേശു പറയുന്നത്. ദുർമോഹങ്ങളാണ് തുടക്കം. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. രോഗം വന്നിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നതാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം അതിനുള്ള സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നതാണ്. പാപം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തായാലും എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും, എത്ര ഉപയോഗപ്രദമായ കാര്യമാണെങ്കിലും, എത്ര സാമ്പത്തിക ഉയർച്ച നൽകുന്ന പദ്ധതിയാണെങ്കിലും അതെല്ലാം ഉപേക്ഷിക്കുക എന്നതാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് ഇൻപുട്ട് ലഭിക്കുന്നത്. വിലക്കപ്പെട്ട കനികൾ മിക്കവാറും ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അഭികാമ്യവുമാണ്. അവ വേണ്ടെന്ന് വയ്ക്കുന്നത് ഏറെ പ്രയാസമുള്ള കാര്യമാണ്. അവയുടെ വശീകരണ ശക്തിയുടെ സ്വാധീനം അറിയാവുന്നതുകൊണ്ടാണ് യേശു ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പറഞ്ഞത്, വലത്ത് കണ്ണ് നിനക്ക് പാപഹേതുവാകുകയാണെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. ഒരുവൻ ആസക്തിയോടെ നമ്മെ നോക്കാൻ നാം കളമൊരുക്കരുതെന്ന്. എൻ്റെ വസ്ത്രധാരണം, എൻ്റെ പെരുമാറ്റം, എൻ്റെ വശീകരിക്കാനുള്ള കഴിവ്, ഇവയൊക്കെ അപരനെ വലയിൽ വീഴ്ത്താൻ ഞാൻ ഉപയോഗിക്കുന്നെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. വീനസ് ഫ്ലൈ ട്രാപ്പ് പോലെ ആകർഷിച്ച് കുഴിയിൽ ചാടിക്കാനാണ് ഞാൻ എൻ്റെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ ഞാൻ തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരിയാണ്. എന്നെ കാത്തിരിക്കുന്നത് തിരികല്ലും കടലിൻ്റെ ആഴവുമാണ്. രണ്ടാമത്തെ വായനയിൽ ദാവീദ് രാജാവിനെ കുറിച്ച് നാം കേട്ടു.
ദാവീദ് ദൈവത്തിന് പ്രിയങ്കരനായിരുന്നെങ്കിലും അവൻ വീണുപോയി. കാഴ്ചയിൽ തുടങ്ങിയ സുഖം അവനെ പരസ്ത്രീയെ പ്രാപിക്കാൻ ഇടയാക്കി. തൻ്റെ തെറ്റു മറച്ചുവെക്കാൻ പല തന്ത്രങ്ങളും മെനഞ്ഞു. അവസാനം ആ കാഴ്ച സുഖം അവനെ ഒരു കൊലപാതകിയാക്കി. എത്ര വലിയവനാണെങ്കിലും വീണുപോകാൻ സാധ്യതയുണ്ട്. അത് കാരണം പ്രലോഭനങ്ങളിൽ നിന്ന് ഓടിയകലുക. വൈവാഹിക ജീവിതത്തിൻ്റെ പവിത്രത. അടുത്ത ഭാഗം വിവാഹത്തിലെ അഭിവാജ്യതയെയും വിശ്വസ്തതയും പവിത്രതയെയും എടുത്തു കാട്ടുന്നു. മോശയുടെ നിയമം വിവാഹമോചനത്തെപ്പറ്റി പറയുന്നുണ്ട്. അതിലെ വാക്യങ്ങൾ ഏതു വിധത്തിലും വളച്ചൊടിക്കാം. അത് കാരണം യഹൂദ നിയമ പണ്ഡിതർക്കിടയിൽ 2 പ്രമുഖ സ്കൂളുകൾ ഉണ്ടായിരുന്നു. ഒരു കൂട്ടം വ്യഭിചാരം മാത്രം വിവാഹമോചനത്തിനുള്ള കാരണമായി എടുക്കാമെന്ന് വാദിച്ചപ്പോൾ, മറുപക്ഷം എന്ത് നിസ്സാര കാര്യവും വിവാഹമോചനത്തിനുള്ള കാരണമായി എടുക്കാമെന്ന നിലപാടിലെത്തി. ഏതു കാര്യത്തിലും ഉപേക്ഷാപത്രം നൽകി മൊഴി ചൊല്ലാമെന്ന പ്രവണതയെ മോശയുടെ നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടെയാണെങ്കിൽ പോലും യേശു അസന്ദിഗ്ധമായി എതിർക്കുന്നു. ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിലും പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ നമുക്ക് പ്രലോഭനങ്ങളെ തുരത്താൻ സാധിക്കുകയില്ല. ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ.